വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാനില സ്പഞ്ച് കേക്ക് ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യമായിട്ട് 4 മുട്ട, 1 കപ്പ് മൈദ, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ബീറ്റർ വെച്ച് നന്നായി അത് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്യണേ. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ടേ ചേർക്കാൻ പറ്റുള്ളൂ. കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അത്യാവശ്യം നന്നായി ബീറ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഈ ഒരു പാകമാവുമ്പോൾ നമുക്ക് നിർത്താം. ഇനി അടുത്തതായിട്ട് 1 കപ്പ് മൈദയിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്തുമ്പോൾ ഇതുപോലെ ലെവൽ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി അത് നമുക്ക് 2-3 തവണ അരിച്ചെടുക്കാം. അപ്പോഴേ അതെല്ലാ ഭാഗത്തേക്കും ഒരുമിച്ച് സെറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മളത് അരിച്ചെടുത്തു. ഇനി നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്തിട്ടുള്ള ഈ ബാറ്ററിലോട്ട് നമ്മൾ അരിച്ചെടുത്ത പൊടി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു സൈഡിലോട്ട് മാത്രം ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒരു സൈഡിലോട്ട് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇപ്പോൾ ഈ ഒരു ഫോമിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ.
നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോസ് പാനിലാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. സൈഡിലോട്ടും എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ അളവിന് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി അതിൻ്റെ മേലെയും കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ബ്രഷ് ചെയ്ത് കൊടുക്കാം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തോട്ടും ആവുന്ന രീതിയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്യാം ഓയിൽ. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. അല്ല എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തട്ടിക്കൊടുക്കണം. കുറച്ച് തവണ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇപ്പം കണ്ടില്ല ബബിൾസൊക്കെ വന്നിട്ട് പൊട്ടിപ്പോകുന്നത്. ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ തവ വെച്ചിട്ട് അതിൻ്റെ മേലെ സോസ് പാൻ വെച്ചിട്ട് കേക്ക് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഡയറക്റ്റ് വയ്ക്കുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരുമ്പിൻ്റെ തവ വെച്ചിരിക്കുക. ആദ്യം നമ്മൾ 10 മിനിറ്റ് ഇരുമ്പ് തവ മാത്രം വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ സോസ് പാൻ അതിൻ്റെ മേലെ വെച്ചു. ഇനി നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒരു 40 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാൻ. കറക്റ്റ് 40 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴാണ് കേക്ക് റെഡി ആവുന്നത്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇതപ്പോൾ 40 മിനിറ്റ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് കറക്റ്റായിട്ട് 40 മിനിറ്റാണ് വേണ്ടത്. ഒരു 30 മിനിറ്റ് ആയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഇതായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ടില്ല. സെൻറ്റർ ഭാഗം ഒന്നുകൂടെ വേവാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചു. കറക്റ്റ് 40 മിനിറ്റിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ കറക്റ്റ് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അരികൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കത്തിയോണ്ട് ചെറുതായിട്ടിങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് അങ്ങനെ കുത്തി കൊടുത്താൽ മതി. തനിയെ വന്നോളൂ. ഇതാ നമ്മുടെ പെർഫെക്റ്റ് വാനില സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എല്ലാവരുടെയും ഫീഡ്ബാക്ക് അറിയിക്കുകയും കൂടെ വേണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം.
ഓക്കെ, താങ്ക് യു.